വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ല ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നതിന്, നടക്കുന്നതിന്, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നതിന്, അതുപോലെ തന്നെ വാർത്തകൾക്കൊപ്പം കാഴ്ചകളും ഒക്കെ കാണിച്ചുള്ള ഒരു സമഗ്രമായ പാക്കേജാണ് മോർണിംഗ് വാക്ക്. ഒരാഴ്ചത്തെ ആ ഒരു വീക്കെൻഡിന്റെ ആലസ്യത്തിൽ നിന്നൊക്കെ ഉണർന്ന് എല്ലാവരും വരുന്ന ദിവസമാണ്. അവിടെ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കുക, കമന്റ് ബോക്സിൽ ഹാജരാകുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതെ, ഇന്ന് ജനുവരി 20 തീയതിയാണ്, മകരമാസം 7 തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഒരു തിങ്കളാഴ്ച അതൊരു നല്ല ദിവസമായി തന്നെ നമുക്ക് തുടങ്ങാം. അതിരാവിലെ നല്ല ഊർജ്ജത്തോടു കൂടി നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ മുതൽ ഷാരോൺ വധക്കേസിലെ വിധിയെത്തുന്ന ദിവസമാണ്. അങ്ങനെ ഒരുപാട് വാർത്തകൾ നിറഞ്ഞ ദിവസത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കിനായിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് ചിറ്റേക്കര ബണ്ട് റോഡിലാണ്. ഇത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഈ റോഡ് വളരെ മനോഹരമാണ്. പക്ഷെ ഇപ്പോൾ നേരം പരപരാ വെളുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രകാശത്തിന്റെ കണിക പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ലൈറ്റുകളും ഇല്ല ഇവിടെ. പക്ഷെ ഇങ്ങോട്ടേക്ക് എത്താനായിട്ടുള്ള വഴി പറയാം. കാക്കനാട് സിഗ്നലിൽ നിന്ന് നേരെ നമ്മൾ പള്ളിക്കര റോഡിലെത്തുന്നു. അവിടുന്ന് തെങ്ങോട് നിന്ന് ഇടത്തോട്ട് കുറച്ച് ദൂരം പോരുമ്പോൾ AP വർക്കി റോഡുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ റോഡ് എത്തുക. അപ്പോൾ നല്ല മനോഹരമായ പാടശേഖരമുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ റോഡും വളരെ ഭംഗിയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഇതിലൂടെ നടക്കാൻ നല്ല ഭംഗിയാണെന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഒരു ദിവസം വന്നിരുന്നു അല്ലേ? ഞാനും ഉണ്ടായിരുന്നില്ല അന്ന്. അതെ, പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ബാക്കി അവിടെ ഇവിടെയൊക്കെ തെരുവുവിളക്കുകളുണ്ട്. പക്ഷെ ഇങ്ങോട്ട് പോകുന്ന റോഡില് തെരുവുവിളക്കുകൾ കാണാനില്ല. അതെന്താണ് അല്ലാത്തതാണോ എന്നറിയില്ല. എന്തായാലും തെരുവുവിളക്കുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം രാവിലെ ഇപ്പൊ നമ്മൾ 5 മണിക്കാണ് ഇവിടെ എത്തിയത്, 5-5:30 ആയപ്പോൾ. അതുപോലെ 5 മണി മുതൽ നടക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് തെരുവ് വിളക്കുകൾ അത്യാവശ്യമാണ്. ആ ഒരു റിക്വസ്റ്റ് കൂടി നമ്മൾ വയ്ക്കുകയാണ്. നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് അല്ലെ? അതിൽ ഏറ്റവും വലിയ വാർത്ത വരുന്നത് US നിന്നാണ്. വാഷിംഗ്ടൺ DC നിന്ന് 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലെ US ക്യാപിറ്റോളിലാണ് ചടങ്ങുകൾ നടക്കുക. കടുത്ത ശൈത്യ കാലാവസ്ഥ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റോളിലെ റോട്ടൻഡ ഹാളിലാകും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. എഴുപത്തിയെട്ടുകാരൻ ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇത് 2ാം ഊഴം. 2017 മുതൽ 2021 വരെയായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവ്. US ക്യാപിറ്റോളിലെ മകുടത്തിന് താഴെയുള്ള ഹാളായോ റോട്ടൻഡയിലാണ് ചടങ്ങ്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ഡൊണാൾഡ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വൈസ് പ്രസിഡന്റായി JD വാൻസും ചുമതലയേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെനറ്റ് ചേംബറിനടുത്തുള്ള പ്രസിഡന്റിന്റെ മുറിയിലെത്തി ട്രംപ് രേഖകളിൽ ഒപ്പുവെക്കും. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഉച്ചഭക്ഷണ സൽക്കാരം, സംഗീതാവതരണവും ഉദ്ഘാടന പരേഡും അതിനുശേഷം നടക്കും. ക്യാപിറ്റൽ 1 അറീനയിലാണ് പരേഡ്. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ്, ബരാക് ഒബാമ, ഹിലരി ക്ലിന്റൺ, ശതകോടീശ്വരന്മാരായ ഇലോൺ മസ്ക്, മെറ്റ CEO മാർക്ക് സക്കർബർഗ്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, ആപ്പിൾ CEO ടിം കുക്ക്, ഓപ്പൺ AI CEO സാം ഓൾട്സ്മാൻ, ആൽഫബറ്റ് CEO സുന്ദർ പിച്ചെ, ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചടങ്ങിനെത്തും. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ ലോകമേറെ ആകാംക്ഷയോടെയാണ് ഈ ചടങ്ങുകളെയൊക്കെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ഇന്നലെ നടന്ന ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ഈ പറയുന്നത് പോലെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. 600 പേർക്കാണ് ഉള്ളിൽ പ്രവേശനമുള്ളത്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ അതിൽ ഒരല്പം നിരാശരാണ്. കാരണം ഈ കടുത്ത തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുവരെ കോച്ചി പോകുന്ന തണുപ്പാണ് ഇപ്പം DC-യിലുള്ളത്. ആ സമയത്ത് ഈ ചടങ്ങുള്ളിലായതുകൊണ്ട് ഇത്രയും പേർക്ക് മാത്രമേ, പരിമിതമായ പ്രവേശനം മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ആരും വിഷമിക്കേണ്ട, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഹോളിനുള്ളിലാണ് നടക്കുക. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് സത്യം പറഞ്ഞാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിപ്പോ സൈനിക മേഖലയിലാണെങ്കിലും നയതന്ത്ര വിഭാഗത്തിലാണെങ്കിലും അങ്ങനെ എല്ലാത്തിലും ട്രംപാണ്. ട്രംപ് ആയതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. നാല് വർഷം മുമ്പ് US ക്യാപിറ്റോളിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. തോറ്റുപോയത് വിശ്വസിക്കാനാകാതെ സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ചു നിന്ന അതേ ക്യാപിറ്റോളിലേക്ക് ഇനി വീണ്ടും ട്രംപിന്റെ കാലം.
ലോകം ഡൊണാൾഡ് ട്രംപിന്റെ വരവിന് തയ്യാറെടുക്കുകയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ദിവസം മുൻപ് ഗസയിൽ വെടിനിർത്തൽ. അറബ് മേഖലയിലെ സമവാക്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാകുമെന്ന സൂചന. ചൈന US ബന്ധം, US-ലെ ടിക്ടോക്കിന്റെ ഭാവി, ഗ്രീൻലാൻഡിന്റെയും പനാമ കനാലിന്റെയും അവകാശം, യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി, സിറിയയിലെ പുതിയ ഭരണകൂടത്തിന്റെ ഭാവി, അങ്ങനെ നീളുന്നു ആകാംക്ഷകളുടെ പട്ടിക. ജന്മാവകാശ പൗരത്വം നിർത്തുന്നത് മുതൽ H-1B വിസയിലെ പരിഷ്കരണമടക്കം കുടിയേറ്റ നിയന്ത്രണത്തിനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വ്യാപാര ബന്ധത്തിലും സാമ്പത്തിക നയങ്ങളിലും കടുംപിടുത്തക്കാരനാണ് ട്രംപ്. ഇന്ത്യ നികുതി വർദ്ധിപ്പിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ആദ്യമേയുള്ള ഭീഷണി. US-ൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുണ്ടാകും. പ്രവചനാതീതമാണ് ട്രംപിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാം. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ ട്രംപ് വരും, എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം റിപ്പബ്ലിക്കൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വ്യാപാര നയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തിൽ കൂടെ എല്ലാം അമേരിക്കയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ നികുതിയൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ US-ൽ നിന്നുള്ള വരുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഇനി നികുതി കുറച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ മോദിയുമായുള്ള നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് ട്രംപ്. അത് മാത്രമല്ല, അധികം വൈകാതെ ആദ്യം ചൈനയിലൊക്കെ എത്തും, പക്ഷെ അതിനുശേഷം ഇന്ത്യയിലേക്ക് എത്തും ട്രംപ് എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അപ്പോൾ ആ വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകളിൽ ഇടം പിടിച്ച ഒരു വാർത്ത. ഇന്ന് രാത്രി 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാവുക. ആ വാർത്തകൾ ഉണ്ടാകും. എബ്രഹാം ലിങ്കൺ ഉപയോഗിച്ച ബൈബിൾ വേദപുസ്തകമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ആദ്യമായി സൺഡേ സ്കൂളിൽ പോയപ്പോൾ അമ്മ കൊടുത്ത ബൈബിളും അദ്ദേഹം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രംപിന്റെ അമ്മ കുടിയേറ്റക്കാരിയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ചെറുപ്പകാലത്ത് ജീവിതം കരുപിടിപ്പിച്ചത്. ഈ ട്രംപ് ആണെങ്കിലും നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന എല്ലാ വിജയിയായ ഒരു ട്രംപിനെയാണ്, ഒരു ബിസിനസ്സുകാരനായ ട്രംപിനെയാണ് നമ്മൾ കാണുന്നെങ്കിലും ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം 6 തവണ പാപ്പരായ കമ്പനിയാണ്. അപ്പോൾ ട്രംപിന്റെ ലൈഫിലെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കൂടിയുള്ളതാണ്. അപ്പോൾ ഒരു സംരംഭമൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വിജയത്തിലേക്ക് പോകാമെന്നൊരു കൺവെൻഷണൽ പാതയിലൂടെ നടന്നു വന്നയാളല്ല, അതിന്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ട്രംപിന്റെ വാർത്തകളുണ്ട്. മറ്റൊരു വാർത്ത എത്തിയത് ഗസയിൽ നിന്നുള്ളതാണ്. ആശ്വാസകരമായ വാർത്ത. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബന്ദികളെ മോചിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹമാസ് ജയിലിലാക്കിയിരുന്ന 3 ഇസ്രയേലി യുവതികൾ, അവരെയാണ് വിട്ടയച്ചത്. ഇസ്രയേൽ ജയിലിൽ കഴിഞ്ഞിരുന്നവരെയും വിട്ടയച്ചിട്ടുണ്ടല്ലേ? 90-ലധികം പലസ്തീനികൾ ജന്മനാട്ടിലെത്തിയിട്ടുണ്ട്. ഗസയിൽ സമാധാനത്തിന്റെ ദിനങ്ങൾ പുലരുന്നതിന്റെ ആദ്യ സൂചനകളായി ഈ ദൃശ്യങ്ങൾ. പക്ഷേ ഇനിയും ഗസയുടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, വളരെ ടഫായിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ആ ഒരു പാക്കേജിലേക്ക് പോകാം. 471 ദിവസത്തെ കാത്തിരിപ്പ്. ഗസയിൽ തീമഴ പെയ്യിച്ച് തിരഞ്ഞിട്ടും ഇസ്രയേൽ സേനയുടെ കണ്ണെത്താത്ത ഇരുട്ടിൽ ഹമാസ് മറച്ചുവെച്ചവരിൽ 3 പേർ സ്വതന്ത്രരായി. ഇന്ത്യൻ സമയം രാത്രി 7:30 ബന്ദി കൈമാറ്റത്തിന്റെ തുടക്കം. ഹമാസ് താവളത്തിൽ നിന്ന് 3 വനിതകൾ റെഡ് ക്രസന്റ് വാഹനത്തിലേക്ക്, അവിടെ നിന്ന് ദക്ഷിണ ഇസ്രയേലിലുള്ള ക്യാമ്പിലേക്ക്. We welcomed home 3 hostages, 3 young women, after 471 days in Hamas captivity. ഏറെ വൈകാതെ 3 പേരും ഇസ്രയേൽ താവളത്തിൽ. മോചിതരായ സന്തോഷത്തിൽ വീട്ടുകാരുമായി വീഡിയോ കോൾ. ഇസ്രയേലിൽ ആഹ്ലാദ പ്രകടനം. ഇസ്രയേൽ തടവറയിൽ നിന്ന് മോചിതരാകുന്ന പലസ്തീൻകാരെ സ്വീകരിക്കാൻ ഗസയിൽ ഒരുക്കങ്ങൾ. തകർന്നടിഞ്ഞ ഗസയിൽ വെടിനിർത്തലിന്റെ ആശ്വാസ കണ്ണീർ. ഇസ്രയേൽ ജയിലറിയിൽ കഴിഞ്ഞ സ്ത്രീകളും കുട്ടികളുമടങ്ങിയ 95 പേർ പലസ്തീനിലേക്ക്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ആഗ്രഹിക്കാം ഗസയിൽ സമാധാനത്തിന്റെ ദിനങ്ങൾ പുലരട്ടെ. റിസർച്ച് ഡെസ്ക് 24.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗസയിൽ സമാധാനത്തിന്റെ പുലരി നമ്മുടെ വരട്ടെ. ഇവിടെയും അതേ സമാധാനത്തിന്റെ പുലരി അല്ലേ? അതിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും സന്തോഷമാണ്. ഗസയിൽ നിന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്ന വാർത്തകൾ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചതാണ്. നമ്മൾ ആ കൂടുതൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ എന്തെല്ലാം മനസ്സിനെ മരവിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ആ സമാധാനത്തിന്റെ ഒരു പുലരി തന്നെയാണ് ഇന്ന്. അതേ പുലരിയുടെ ആ മാനസികാവസ്ഥയിൽ തന്നെ നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരുപാട് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയും കൊണ്ടുണ്ട്. കാരണം ഈ ആകാശത്തിന്റെ ആ ഒരു കളർ ഷെയ്ഡ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. കാരണം ഈ വെട്ടമില്ലാത്തത് ഗ്രേ കളറാണ് അല്ലെ? അതായത് ഗ്രേയും നല്ല കരിനീല കളറും കൂടെ ഉള്ള ഒരു മിക്സ്, അതായത് ഒരു ലൈറ്റ് ബ്ലൂവും കരിനീല കളറും കൂടെ ഉള്ള ഒരു മിക്സ്. അതിൽ ആ ഓറഞ്ച് കളർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ കുറെ കഴിയുമ്പോഴത്തേക്ക് ആ ഓറഞ്ച് കളർ ഉദിച്ചു വരും. അപ്പൊ ആ കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഭൈരവൻ കണ്ണൂർ അല്ലെ, ഭൈരവൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന് ആശംസിക്കാമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെന്താ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നാള് വിവാഹ ജീവിതം എന്ന് പറയുന്ന രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ടുപേര് ഒന്നിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പക്ഷെ അതൊന്നും ഇല്ലാതെ എന്തായാലും സുഗമമായി ചിരകാലം ജീവിക്കാം. നമ്മൾ വലിയ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. ശിക്ഷാവിധിയിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെന്നും പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതി ഗ്രീഷ്മയും കോടതിയെ അറിയിച്ചിരുന്നു. ഡെവിളിഷ് തോട്ട്, ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ ചിന്ത, ഇതായിരുന്നു ശിക്ഷാവിധിയിൽ തീപാറും വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ വധശിക്ഷ എങ്ങനെ നൽകാൻ കഴിയുമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മറുചോദ്യം. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലൻ കുമാർ തെളിവ് നശിപ്പിച്ചെന്നാണ് കോടതി കണ്ടെത്തൽ. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടെന്നും ചില രേഖകൾ ഹാജരാക്കി കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ കോടതിയെ അറിയിച്ചിരുന്നു. മാതാപിതാക്കളുടെ ഏക മകളാണെന്നും മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നും ഗ്രീഷ്മ പറഞ്ഞു. ഷാരോണിനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പലതരത്തിൽ ശ്രമിച്ചിട്ടും കഴിയാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ഗ്രീഷ്മ അതിന് കഴിയാത്തതിനാലാണ് കൊല ചെയ്യാൻ നിർബന്ധിതയായെന്ന് പ്രതിഭാഗവും വാദിച്ചു. എന്നാൽ പ്രേമം നടിച്ച് വിശ്വാസം ആർജിച്ച ശേഷം കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയത് പൈശാചിക പ്രവൃത്തിയായിരുന്നുവെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാറും വാദിച്ചു. ഇംഗ്ലീഷിലും സാങ്കേതിക വിദ്യയിലുമുള്ള അറിവ് പ്രതി ഗ്രീഷ്മ ദുരുപയോഗം ചെയ്തത് വിഷത്തിന്റെ പ്രവർത്തന രീതി പഠിക്കാനായിരുന്നു. ചുണ്ടുൾപ്പെടെ വിണ്ടുകീറി ആന്തരികാവയവങ്ങളുടെയെല്ലാം രക്തം വാർന്ന് 11 ദിവസം നരകയാതന അനുഭവിച്ചാണ് ഷാരോൺ മരിച്ചത്. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കൊലപാതകത്തിന് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നീതീകരിക്കാനാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ് കോളിളക്കമുണ്ടാക്കിയ കേസിൽ വിധി പറയുക. ഷാരോൺ വധക്കേസിലെ ശിക്ഷ എന്ത് തന്നെയാണെങ്കിലും അത് ചരിത്രമായിരിക്കും. ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹത്തെ കൂടിയാണെന്ന പ്രോസിക്യൂഷൻ വാദം ഒരു പൊതുബോധം കൂടിയാണ്. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ആ വിധിയിലേക്കുള്ള ദൂരം. ക്യാമറമാൻ ജിനോസ് രാജിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് സലീം മാലിക് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെന്തായാലും ഈ കേസിൽ വിധി വരികയാണ്. ഗ്രീഷ്മ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വിധി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും കോടതി ഇനി പരിഗണിക്കുക? മറ്റു വിവരങ്ങൾ. സ്മിത ക്രിസ്റ്റീന, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയിൽ അത് കോടതിയുടെ തന്നെ വിവേചനാധികാരമാണ്. കാരണം ആ നിലയിലുള്ള വാദം, തീപാറും വാദം പ്രതിഭാഗവും വാദിഭാഗവും തമ്മിൽ ഈ കഴിഞ്ഞ വിചാരണാ കാലയളവിലൊക്കെ നടന്നിരുന്നു. അതിനൊടുവിൽ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിലും പ്രതിഭാഗവും വാദിഭാഗവും നടത്തിയ വാദം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. അതിനൊടുവിൽ ഇന്ന് ശിക്ഷ വരുമ്പോൾ ഏത് ശിക്ഷ, പ്രതിഭാഗത്തിന്റെ കൂടി വാദം കോടതി കേൾക്കുമോ എന്നതൊക്കെ ഇന്ന് അത് കോടതിയുടെ വിവേചനാധികാരമായി തന്നെ ഇരിക്കുകയും ചെയ്യും. ഏതായാലും ഒരു
കാര്യം ഉറപ്പാണ്, സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സംസ്ഥാനത്തിന്റെ ആകെ വേദനയായി മാറിയ ഒരു കൊലപാതകമായിരുന്നു ഷാരോണിന്റേത്. അതിൽ ശിക്ഷ വരുമ്പോൾ അത് കൃത്യമായും ഒരു മെസ്സേജ് കൂടി നൽകുന്ന വിധി തന്നെയാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നിലവിൽ ആ കുടുംബവും ആ നിലയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇന്ന് കാര്യമായ വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 3 ദിവസമായി നടത്തിയ ഈ ഒരു വാദവും തുടർവാദവും ഒക്കെ അതിൽ ശിക്ഷാവിധിന്മേലുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്നിനി കോടതിയുടെ നടപടി, കോടതി ആരംഭിച്ചാൽ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നേരെ ശിക്ഷാവിധിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാവും. ശിക്ഷാവിധിക്ക് ശേഷം സ്വാഭാവികമായും ഈ കോടതി നടപടികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് ശിക്ഷയായാലും ശരി, അത് മേൽക്കോടതികളിലേക്ക് കൂടി ഇനിയും ഈ കേസ് കയറുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ അപ്പോഴും സമൂഹത്തിന് നൽകാവുന്ന ഒരു മെസ്സേജ് എന്ന നിലയിൽ കൂടിയാകും ഈ ശിക്ഷയെ എന്തായാലും കാണുക. നിലവിൽ 1-ാം പ്രതിയെയും 3-ാം പ്രതിയെയുമാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടിട്ടുണ്ട്. ഈ വെറുതെ വിട്ടതിന് തൊട്ടു പിന്നാലെ ഷാരോണിന്റെ വീട്ടുകാർ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അത് തിരുത്തി. തൽക്കാലം നമ്മൾ ഗ്രീഷ്മയ്ക്കെതിരെയായിരുന്നു തങ്ങളുടെ ആരോപണം. ആ ആരോപണങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായും 4 വകുപ്പുകളായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരുന്നത്. ആ 4 വകുപ്പുകളും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കും. അതിനുവേണ്ടിയുള്ള പോരാട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. 2 വർഷം നീണ്ട പോരാട്ടമായിരുന്നു, നിയമ പോരാട്ടമായിരുന്നു ഇത്. 2022 ഒക്ടോബർ 12-നാണ് ഷാരോൺ എന്ന ചെറുപ്പക്കാരന് ഗ്രീഷ്മ വിഷം നൽകുന്നത്, കഷായത്തിൽ വിഷം ചേർത്ത് നൽകുന്നത്. അതിനുശേഷം 11 ദിവസത്തിലധികം ആശുപത്രിയിൽ വേദന സഹിച്ച് ഷാരോൺ കഴിയുകയായിരുന്നു. അത് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ വേദന എന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയത്. അതിന് പിന്നാലെ ഒക്ടോബർ 25-ന് ഷാരോൺ മരിച്ചു. പിന്നാലെ തുടങ്ങിയ നിയമയുദ്ധമാണ്. വളരെ വേഗത്തിൽ അതിന്റെ നിയമയുദ്ധത്തിന്റെ പല സ്റ്റേജുകളും കടന്നു. ഈ ഷാരോണിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും ഈ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഷാരോൺ നൽകിയിരുന്ന മൊഴി, പോലീസിന് നൽകിയിരുന്ന മൊഴിയിൽ ഗ്രീഷ്മ തന്നെ ചതിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അച്ഛനും സഹോദരനോടുമായി പറഞ്ഞു. അപ്പോഴും ആ ഒരു പ്രാണവേദന അനുഭവിക്കുമ്പോഴും ഗ്രീഷ്മ തന്നെ ചതിച്ചിട്ടില്ല എന്ന് വീണ്ടും പറയുകയായിരുന്നു ഷാരോൺ. അതൊക്കെ തന്നെയാണ് ഈ കേസ് ഇത്രത്തോളം നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചതും. ഇതുപോലൊരു കേസ് ഒരു പക്ഷെ നമ്മളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ചെകുത്താന്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്ക് എന്നാണ് ഇന്നലെ വാദമുഖങ്ങളിൽ ഒന്നുണ്ടായത്. പഠിക്കണമെന്ന് പറയുമ്പോൾ ഇത്രയും നാൾ നേടിയ അറിവൊക്കെ തന്നെ ഇത്തരം ഒരു ക്രൂരമായ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഇന്ന് എന്തായിരിക്കും ആ ശിക്ഷാവിധി? അത് വളരെ നിർണായകമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. ഈ പല പ്രോഗ്രാം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കൺഫ്യൂഷൻ, എന്താണ് മോർണിംഗ് വാക്ക് ആണോ വിമൻസ് ഈവനിങ് ആണോ? എനിക്ക് വിമൻസ് ഈവനിങ്ങിൽ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറയാം. അപ്പോൾ കുറെ പ്രേക്ഷകര് നമ്മളെ കളിയാക്കാറുണ്ട്. നല്ല ഭംഗിയായിട്ട് അല്ലെ, ആകാശം ചെറുതായിട്ട് ഇങ്ങനെ ഓറഞ്ച് കളർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതെ അതെ, 6:30 ആകാറായിട്ടും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സീസൺ അങ്ങനെ ആയിരിക്കാം, പകൽ കുറവും രാത്രി കൂടുതലുമുള്ള ദിവസങ്ങളായിരിക്കാം. അങ്ങനെയുണ്ടല്ലോ ചില ദിവസങ്ങൾ. നമ്മള് പാലക്കാട്ടേക്ക് പോവാം. പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റ്, അത് വലിയ വിവാദം ആകുകയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിന് അനുമതി നൽകിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. വീണ് കിട്ടിയ ആയുധം ഫലപ്രദമായി ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ഇതോടെ ബ്രൂവറി വിവാദത്തിൽ സർക്കാരും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. സഭയിലും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് UDFന്റെ തീരുമാനം. സഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് നീക്കം. പ്രാദേശികമായി ഇരു കക്ഷികളും ഇതിനോടകം തന്നെ സമരം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം. അതങ്ങനെ ഓരോ ഇടങ്ങളിലായിട്ട് ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. അത് പ്രാദേശിക തലത്തിലാണ്. പക്ഷേ UDFും BJPയും അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. അപ്പോൾ BJP പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ്. എലപ്പുള്ളി പഞ്ചായത്തിൽ BJP മെമ്പർമാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിപിൻ C. വിജയനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇത് പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധം, അത് കൃത്യമായി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. BJPയുടെ പ്രതിഷേധങ്ങളും അവിടെ ഉണ്ട്. എന്താണ് ഇന്നത്തെ ഒരു പ്രതിഷേധം? ഇപ്പോൾ അതേപോലെ തന്നെ പഞ്ചായത്തിൽ അടിയന്തര പ്രമേയത്തിന് BJP മെമ്പർമാർ നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ.
ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റിന. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ബ്രൂവറി വിഷയം അത് രാഷ്ട്രീയമായിട്ടും ഈ പ്രദേശത്തും കത്തുകയാണ്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ BJPയുടെ ഒരു സമരം ഇന്ന് രാവിലെ 10 മണിയോട് കൂടി നടക്കും. ഒരു പ്രതിഷേധ പരമ്പര എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊട്ടും എളുപ്പമാകില്ല എന്നുള്ളതാണ് നിലവിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു വികാരമുള്ളത്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ ഇന്ന് എലപ്പുള്ളി പഞ്ചായത്ത് ഈ ഒരു ബ്രൂവറി വിഷയത്തിൽ അടിയന്തര യോഗം ചേർന്ന് പ്രമേയം പാസാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് സർക്കാരിനെ ഇവിടുത്തെ സ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കുടിവെള്ള ക്ഷാമം, വരൾച്ചയിലുള്ള ഒരു നാട് ഒരു കൊടും വരൾച്ചയിലേക്ക് പോകാൻ മാത്രമായിരിക്കും ഈ പദ്ധതി കൊണ്ട് ഒരു കാര്യമുണ്ടാവുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ വാദമുള്ളത്. പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തി കഴിഞ്ഞു. കോൺഗ്രസും BJPയും പ്രതിഷേധവുമായി ഉണ്ട്. ഇന്നലെ ഈ പ്രദേശത്ത്, അതായത് പദ്ധതി വരാൻ പോകുന്ന പ്രദേശത്ത് 2 പാർട്ടികളും കൊടിനാട്ടി കഴിഞ്ഞു. അപ്പോൾ വരും ദിവസങ്ങളും ഒരു പ്രതിഷേധത്തിന്റേതായിരിക്കും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എക്സൈസ് മന്ത്രി, ഈ ജില്ലയിലെ തന്നെ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് പറയുന്നത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള നാടകമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇത് ഉപയോഗപ്പെടുത്തുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നാട്ടുകാർക്ക് ഇവിടെ വെള്ളമില്ല എന്നുള്ള ഒരു വസ്തുതയ്ക്ക് അതിൽ ഒരു മറുപടി എന്തായാലും നൽകേണ്ടി വരും. ഇന്ന് ഒരു വലിയ പ്രതിഷേധം നടക്കാനാണ് സാധ്യത. ശരി, വിപിൻ സി വിജയനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അതെ, BJP മെമ്പർമാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ BJP പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം. നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ചികിത്സയ്ക്കായിട്ട് വനം വകുപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ആന ഇപ്പോൾ നിരീക്ഷണത്തിന് പുറത്ത്. ആന എവിടെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇപ്പോൾ. ഇന്നലെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഇന്ന് രൂപീകരിക്കും. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആനയുടെ മുറിവും അതിന്റെ ഒരു വല്ലാത്ത, നമ്മൾ കാട്ടാനകളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയത്തോടെയാണ് ഇപ്പോൾ നോക്കുന്നത്. പക്ഷെ ഇന്നലെ ആ ദൃശ്യങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇന്നിപ്പോൾ നിരീക്ഷണത്തിന് പുറത്താണ് ആന എന്ന് പറയുമ്പോൾ വെല്ലുവിളി കൂടുകയാണോ? സ്മിത, തീർച്ചയായും ഇന്നലെ വന്ന ദൃശ്യങ്ങൾ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇതിനുശേഷമാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം അടക്കം രൂപീകരിച്ചുകൊണ്ട് ഈ ആനയുടെ ചികിത്സ വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പും സർക്കാരും കടന്നത്. പക്ഷേ 10 ദിവസമായി ഈ ആനയെ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇന്നലെ ആ നിരീക്ഷണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ തുടങ്ങി ആനയെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് പറയുന്നത്. ജങ്കാർക്കടവ്, അതോടൊപ്പം തന്നെ ഈ പുഴയോരം ആനയെ കാണുന്ന മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ആനയെ ഇന്നലെ കണ്ടെത്താനായിട്ടില്ല. ഇന്നും ആനയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരിക്കും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തുടരുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഏഴാറ്റുമുഖം ഭാഗത്താണ് സാധാരണ ആന ഇറങ്ങാറുള്ളത്. പക്ഷേ ഇന്നലെ ഈ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിന്ന് ആന പോയി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടത് വനംവകുപ്പിനെ സംബന്ധിച്ച ഒരു ദുഷ്കരമായി മാറുന്ന കാര്യമാണ്. എന്തായാലും ഇന്നായിരിക്കും ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ ഉത്തരവ് പുറത്തിറങ്ങുക. അതിനുശേഷമായിരിക്കും ആരൊക്കെയാണ് ഈ സംഘാംഗങ്ങളായി ഉണ്ടാകുക എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുക. നാളെയോ മറ്റന്നാളോ ആനയുടെ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എത്തിയേക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് എന്തായാലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച് ഇന്നലെ മുതൽ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ആനയെ അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ടെന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിഗമനം. സ്മിത, ക്രിസ്റ്റിന. യെസ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് അല്ലേ? അതെ.